ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ മുൻ ബിഗ് ബോസ് താരം ജിൻഡോയ്ക്കും കൊച്ചിയിലെ മോഡൽ സൗമ്യയ്ക്കും എക്സൈസ് നോട്ടീസ് നൽകി. സൗമ്യ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ജിൻഡോ ചൊവ്വാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. തസ്ലീമയ്ക്ക് ജിൻഡോയുമായി സാമ്പത്തിക ഇടപാടുകളുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കൂടുതൽ വിവരങ്ങളുമായി നിഷ ദിലീപ് ചേർന്നുണ്ട്. നിഷ, എന്തൊക്കെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്? വിഷ്ണു, തസ്ലീമ പേര് വെളിപ്പെടുത്തിയ സിനിമാ മേഖലയിൽ നിന്നുള്ള അവരുടെ പേരുകളുണ്ട്. ഒപ്പം തന്നെ കൊച്ചിയിലെ ഒരു മോഡൽ യുടെയും ഒപ്പം തന്നെ ബിഗ് ബോസ് താരം ജിൻഡോയുടെയും പേര് തസ്ലീമ വെളിപ്പെടുത്തിയിരുന്നു. മാത്രമല്ല, ഇവർക്ക് തസ്ലീമയുമായി ബന്ധമുണ്ടെന്നും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്നും എക്സൈസ് കണ്ടെത്തിയിരുന്നു. ഈ അടിസ്ഥാനത്തിലാണ് ശ്രീനിവാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ നോട്ടീസ് നൽകിയ അതിനോടുകൂടി ഈ മോഡലായ കൊച്ചിയിലെ മോഡലായ സൗമ്യയ്ക്കും ബിഗ് ബോസ് താരമായ ജിൻഡോയ്ക്കും നോട്ടീസ് നൽകിയിരിക്കുന്നത്. സൗമ്യ നാളെ ശ്രീനാഥ് ഭാസിക്കും ഷൈൻ ടോം ചാക്കോയ്ക്കും ഒപ്പം തന്നെ നാളെ ആലപ്പുഴ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എത്തും എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ജിൻഡോയോട് ചൊവ്വാഴ്ച ഹാജരാവാനാണ് എക്സൈസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ വിജയിയാണ് ജിൻഡോ. തസ്ലീമയ്ക്ക് ജിൻഡോയുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടാണോ സാമ്പത്തിക ഇടപാട് നടന്നത് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. തസ്ലീമയ്ക്ക് പെൺവാണിഭ റാക്കറ്റുമായി ബന്ധമുണ്ട്. ഒപ്പം തന്നെ ലഹരി മരുന്ന് വാസിയുമായി ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസിയും മോഡലായ സൗമ്യയും ജിൻഡോയും അടക്കമുള്ള ആളുകൾ തസ്ലീമയുമായി ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് ലഹരി ഹൈബ്രിഡ് കഞ്ചാവുമായി ബന്ധപ്പെട്ടാണോ അതോ മറ്റേതെങ്കിലും വിധത്തിലാണോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരാനുണ്ട്. അതുകൊണ്ടാണ് ഇവരെ ചോദ്യം ചെയ്യാനായി എക്സൈസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ ഇവരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയാൽ ഇവരെയും കൂടെ പ്രതി ചേർക്കുമെന്നും എക്സൈസ് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നാളെ ശ്രീനാഥ് ഭാസിയും ഷൈൻ ടോം ചാക്കോയും മോഡലായ സൗമ്യയും അടക്കമുള്ള ആളുകൾ രാവിലെ തന്നെ എക്സൈസ് കമ്മീഷണർ ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകുമെന്നാണ് എക്സൈസ് അറിയിച്ചിട്ടുള്ളത്. വിഷ്ണു, ശരി, നിഷയാണ് വിവരങ്ങൾ നൽകിയത്.